മലപ്പുറം സാംസ്കാരിക കൂട്ടായ്മ ഒരുക്കുന്ന കേരള പെരുമ മൈത്രി മഹോത്സവം മെയ് 15 മുതൽ തിരുനാവായയിൽ നടക്കും. എഴുത്തുകാരൻ കെ സച്ചിദാനന്ദൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. മെയ് 15 മുതൽ 24 വരെയാണ് സാംസ്കാരിക മഹോത്സവം ഒരുക്കുക. 15-ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ കെ സച്ചിദാനന്ദൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പി സുരേന്ദ്രൻ, ഡോക്ടർ ഖദീജ മുന്താസ്, വാസമല്ലി നീലഗിരി, കുറുക്കോളി മൊയ്തീൻ MLA, KP നൌഷാദ് അലി MLA, C ഹരിദാസ്, ഞരളത്ത് ഹരിഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ചരിത്ര, സാഹിത്യ, രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും പ്രഭാഷണങ്ങളും അരങ്ങേറും. KC ഉമേഷ് ബാബു, സുനിൽ P ഇളയിടം, ഡോക്ടർ ആസാദ്, അംബുജാക്ഷൻ, ഡോക്ടർ ഹരിപ്രിയ, ഡോക്ടർ KS മാധവൻ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA, ഡോക്ടർ AK രാമകൃഷ്ണൻ, ഡോക്ടർ സന്തോഷ് കുമാർ, പ്രൊഫസർ സാറ ജോസഫ്, കുസുമൻ ജോസഫ്, CK ജാനു, സഹദേവൻ, സ്മിത P കുമാർ, ശ്രീജ ആറങ്ങോട്ടുകര, K അജിത, KK രമ MLA, ഫാത്തിമ തഹ്ലിയ MLA, നജിമ തബ്ഷീറ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, അജിത് കൊളാടി, PN ഗോപി കൃഷ്ണൻ തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും. എല്ലാ ദിവസവും കലാവിഷ്കാരങ്ങളും ഉണ്ടാവും. ഈ തിരുനാവായ ഞങ്ങൾ ഇതിന്റെ മൈത്രി മഹോത്സവത്തിന്റെ ഒരു വെന്യൂയായിട്ട് തീരുമാനിക്കാൻ കാരണം തിരുനാവായക്ക് വളരെ ബഹുസ്വരമായിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകം തിരുനാവായക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകത. ഒന്ന്, മാമാങ്കം തൊട്ടുള്ള ഒരു വലിയ പാരമ്പര്യം, ആ ട്രേഡ് ഫെയറായിട്ട് ബന്ധ പാരമ്പര്യം, പിന്നെ സാമൂതിരിയുടെയും ഉള്ളുവര കോനാതിരിയുടെയും ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ബാസൽ മിഷന്റെ ഊട്ട് കമ്പനി അവിടെ വരികയും ജർമ്മൻ ഒരു ക്രിസ്ത്യൻ സെറ്റിൽമെന്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ പാരമ്പര്യം തിരുനാവായ്ക്കുണ്ട്. ജൈന പാരമ്പര്യമുണ്ട്, ബൗദ്ധ പാരമ്പര്യമുണ്ട്. അങ്ങനെയുള്ള വളരെ ബഹുസ്വരമായ പാരമ്പര്യം 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിലെ ഒത്തിരി പോരാളികളെ ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം കിടക്കുന്നുണ്ട്. തിരൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം എന്ന നിലയിൽ അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ദേശം എന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ തിരുനാവായിലായിരുന്നു ഈ ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലം എന്നുള്ള നിലയിലുണ്ട്. പിന്നെ ആ ക്ഷേത്രത്തിന്റെ അക്കരെയാണ് പോത്തൻ ഒരു ഈ വൈദിക് പഠന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തില് ഹിന്ദു, ജൈൻ, മുസ്ലിം അങ്ങനെയുള്ള പലതരത്തിലുള്ള പാരമ്പര്യങ്ങൾ നിലനിർന്നതാണ് തിരുനാവായ. അവിടെ ഞങ്ങളുടെ മൈത്രി മഹോത്സവം എല്ലാ തരത്തിലുള്ള പാരമ്പര്യങ്ങളെയും കൊണ്ടുകൊണ്ടു അവിടുത്തെ ഈ ഫോക്ക് പാരമ്പര്യമുണ്ട്, ശക്തമായിട്ടുള്ള ഫോക്ക് പാരമ്പര്യമായിട്ട് പ്രാന്തപ്രദേശങ്ങളുണ്ട്. അതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 10 ദിവസത്തെ മൈത്രി മഹോത്സവമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ P സുരേന്ദ്രൻ, KS ഹരിഹരൻ, ഹരിദാസ് കൊളത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വീണ്ടും ഒരു മഹാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി. ഏപ്രിലിനെ ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ 25 മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ വിലക്കുറവിന്റെ 5 ദിനരാത്രങ്ങൾ വരുന്നു. ഇത് വീടുകൾ പുതുക്കാൻ, പഴയതൊക്കെ മാറ്റിയെടുക്കാൻ, പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങൾ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വേറെ ആര് തരും ഈ വിലക്കുറവ്?